ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് തൻ്റെ 5 മക്കൾക്കും ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ സ്വർണം പങ്കിട്ട് കൊടുക്കാനുള്ള ആ തീരുമാനം എടുക്കണം കേട്ടോ. അമ്പിളി മുന്നിട്ടത് കൊണ്ട് തന്നെ ഈ സ്വർണം 5 മക്കൾക്കും ലക്ഷ്മി ഞാൻ കൊടുക്കുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും കുര്യൻ അവിടെ എത്തിയിട്ടോ. കുര്യൻ എത്തിയ ഉടൻ തന്നെ കുര്യനോട് പറയാണ്, ഞാൻ ഈ സ്വർണം പണയം വെച്ച് നിങ്ങളിൽ നിന്ന് പണം വാങ്ങാനാ കരുതിയത്. പക്ഷേ ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളും കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഈ സ്വർണം 20 പവന് തുല്യമായി പങ്കിട്ട് കൊടുക്കണമെന്ന് പറയട്ടോ. അങ്ങനെ 5 മക്കൾക്കും 20 പവൻ തുല്യമായി പങ്കിട്ട് കൊടുക്കാണ്. അതിൽ 21 പവനുണ്ടാവും, 101 പവനുണ്ടാവും. അതുകൊണ്ട് തന്നെ മാഷ് അതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 20 പവനും മക്കൾക്ക് തുല്യമായി കൊടുക്കുമ്പോൾ അതിലൊരു പവൻ മാഷ് അതെന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നുള്ള തീരുമാനം എടുക്കണം. അങ്ങനെ മഞ്ചാടിയുടെ സ്വർണവും മാഷിന്റെ കൈകളിൽ കൊടുക്കണം കേട്ടോ. എന്നാൽ ദയക്കാണെങ്കിലും വാക്കുകളില്ല. താൻ പ്രതീക്ഷിച്ചതുപോലെ 20 ലക്ഷവും കിട്ടി, അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്നത് പോലെ 20 പവനും തനിക്ക് കിട്ടി. ആ ഒരു സന്തോഷത്തിൽ ദയ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് പറയാണ്, എൻ്റെ മക്കൾക്ക് അവരുടെ അമ്മയുടെ അവകാശത്തിൽ നിന്ന് കിട്ടിയ പണം ഞാൻ എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു. സ്വർണം ഞാൻ പങ്കിട്ട് കൊടുത്തു. പണം കൊടുക്കാത്തത് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ചിരുവിന് മാത്രമാണ്. അത് ഈ അച്ഛന്റെ മനസ്സിലുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അത് ഞാൻ തരേണ്ടേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം വിനയന്റെ മുഖത്തടിച്ചതുപോലെ വിനയൻ ഇങ്ങനെ നിൽക്കുകയാണ്. തനിക്ക് ഇതിലും കൂടുതൽ പണം കിട്ടിയിരുന്നല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കുര്യൻ പോകുന്നു. ഈ സമയം തമ്പായി പറയാണ്, ഞങ്ങള് പോട്ടെ. അപ്പൊ പാർവതി പറയുന്നുണ്ട്, അമ്പിളി പറഞ്ഞതുപോലെ എന്നും പറഞ്ഞ് പാർവതി അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം രഘുവിന് മനസ്സിലാവാത്തത്, അമ്പിളി ഒരു വഴിക്കും വിട്ടുതരാത്ത അമ്പിളി പാർവതി കുഞ്ഞമ്മയുടെ വലയിൽ വീണിരിക്കുന്നു. അവരൊരു ഫ്രോഡാണെന്ന് എന്റെ ഭാര്യക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു കണക്കിന് എന്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ അമ്പിളി ചെയ്തു. അത് നന്നായി. അല്ലായിരുന്നു താൻ ആ സ്വർണം വെച്ച് ഇന്നിപ്പോ ബിസിനസ് തുടങ്ങിയെങ്കിൽ തൻ്റെ ഈ പറയുന്ന അനിയത്തിമാരൊക്കെ തനിക്ക് തലവേദനയെ ആവുകയുള്ളൂ. അമ്മാവനും ആ തലവേദനയാവും. അത് നന്നായി എന്ന ആ ഒരു ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു കേട്ടോ. പിന്നീട് രഘുവിനോടും അതുപോലെ മാഷിനോടും ഇനിയും പറയണം, ഇനി എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും അച്ഛൻ എല്ലാവർക്കും സ്വർണം പങ്കിട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ പോട്ടെ എന്ന് പറയുന്നത്. അപ്പോഴേക്കും ദയ പറയാം, അച്ഛാ ഞാനും പോകുന്നു എന്ന് പറയാം കേട്ടോ. ഈ സമയം മാഷ് പറയുന്നുണ്ട്, ഞാനും കൂടി ഉണ്ട് നിങ്ങളുടെ കൂടെ, രാമനാഥന്റെ അവിടോട്ട് ഞാൻ ഇവളെ ആക്കി കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് മാഷ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ. അങ്ങനെ മാഷ് ദയയും കൂട്ടി ഇറങ്ങാണ്. ഇതേ സമയം രഘുവിന് മനസ്സിലാവാത്ത കാര്യമാണ്. രഘു നേരെ അമ്പിളിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അമ്പിളി, നീ എന്തായാലും ചെയ്തത് നല്ല തീരുമാനം തന്നെ. പക്ഷെ പാർവതി കുഞ്ഞമ്മ എങ്ങനെ നിന്നെ വലയിൽ വീഴ്ത്തി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊന്ന് പറയുമോ? പാർവതി കുഞ്ഞമ്മയുടെ ഏത് വാക്കിലാണ് നീ വീണത് എന്ന് ചോദിച്ച ഉടൻ തന്നെ രഘുവിനോട് പറയാണ്, പാർവതി കുഞ്ഞമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു, 20 പവനെ എനിക്ക് കിട്ടത്തുള്ളെങ്കിലും അത് എത്ര വേണമെങ്കിലും പാർവതി കുഞ്ഞമ്മയില് ഈ സ്വർണം കൊണ്ടുകൊടുത്ത് അവര് തരാന്നാ പറഞ്ഞത്. അത് കേൾക്കുന്ന രഘു, അമ്പിളി നീ ഇത്ര മണ്ടിയാവരുത് കേട്ടോ. അവർക്ക് ഓരോ സമയത്തും ഓരോ വാക്കുകളാണ്. അവരുടെ വാക്കുകൾ നീ പ്രതീക്ഷ വെക്കുന്നത് അത് തെറ്റാണ്. ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട്. അത് കേൾക്കുന്ന അമ്പിളി, എന്താ രഘുവേട്ട ഇങ്ങനെ തോന്നാൻ കാരണമുണ്ട്? വെറുതെ ഒന്നും ഞാൻ പറയില്ല. ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഇവർക്കൊക്കെ എന്തോ പുറത്തു വരുതെന്ന് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താ രഘുവേട്ട? അതൊക്കെയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം എന്നും രഘു പറയുന്നു കേട്ടോ. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. ഹർഷയ്ക്ക് വേദന കൊണ്ട് പുളയാണ്. ഹർഷയ്ക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല. ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വരുന്നില്ല. ഈ സമയം ഹർഷ സുശീലയോട് പറയാണ്, ആന്റി എനിക്ക് ഇന്ദ്രനെ കാണണം, ഇന്ദ്രനെ ഒന്ന് വിളിച്ചു വരുത്താമോ എന്ന് ചോദിക്കാനായിട്ട്. തൻ്റെ ഉള്ളിൽ നീറ്റിലായിരിക്കുകയാണ്. താൻ ചെയ്ത വലിയ തെറ്റ്. തൻ്റെ ഭർത്താവ് ഇന്നും തൻ്റെ കുഞ്ഞെന്ന് കരുതിയിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നത് വലിയൊരു വേദന തന്നെ ഹർഷയ്ക്ക് ആവാണ്. മരണം മുന്നിൽ കണ്ട ഹർഷ പല തെറ്റുകളും ഏറ്റുപറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആ സമയം സുശീല, ഹർഷ നിനക്ക് എന്താ പറ്റിയത്? ആന്റി ഞാൻ എന്തോ ഇനി ഇതോടുകൂടി ഇല്ലാതാവും എന്നൊരു തോന്നൽ എന്നിൽ വരുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ആന്റി, എന്റെ കുഞ്ഞിന്റെ ഇളക്കം നിന്നതുപോലെ എന്നൊക്കെ പറയുമ്പോ ഹർഷ നീ ഒന്നും മിണ്ടാതിരിക്കെ. അപ്പൊ രവി പറയുന്നുണ്ട്, ഹർഷയെ ഒന്ന് സമാധാനിപ്പിക്കായിരുന്നു. ഈ സമയം ഹർഷ എനിക്ക് എല്ലാവരെയും കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രവി പുറത്തു പോയോടെ തന്നെ ഇന്ദ്രൻ ഒന്ന് വന്നെങ്കിൽ എന്ന് ഇങ്ങനെ ഹർഷ വീണ്ടും സുശീലയോട് പറയുമ്പോ ഉടൻ തന്നെ ശരി ഞാൻ അവനെ വിളിക്കാമെന്ന് പറയാൻ കേട്ടോ. ഈ സമയം സുശീലയോട് ഹർഷ പറയുന്നുണ്ട്, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇന്ദ്രന് എന്റെ അടുത്തോട്ട് വരാൻ തോന്നുന്നില്ലല്ലോ, അവന് എന്നെ കണ്ടങ്ങ് പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ സുശീല നേരെ വിളിക്കാണ് ഇന്ദ്രനെ. ആ സമയം ഇന്ദ്രനാണെങ്കിൽ എന്താ അമ്മേ, എന്താ വിളിച്ചത്, നീ എന്താടാ ഹോസ്പിറ്റലിൽ വരാത്തത്? അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാം, അമ്മേ ഞാൻ എന്തിനു വരണം? അപ്പോഴേക്കും ഹർഷ ഫോണിന് തന്നേന്ന് പറഞ്ഞ് സംസാരമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഹർഷ പറയാണ്, എന്തിനു ഞാൻ അങ്ങോട്ടേക്ക് വരണം, എന്താണ് അതിന്റെ ആവശ്യമെന്ന് ഹർഷയോട് ഇന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എൻ്റെ അടുത്തോട്ട് വരുമോ? നീ വരുമ്പോൾ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ശരി വെച്ചേക്ക്, ഞാൻ വന്നേക്കാം എന്നും പറയുന്നു കേട്ടോ. പിന്നീട് വിനയൻ വീട്ടിലെത്താണ്. വിനയൻ വീട്ടിലെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മയോടും അമ്മാവനോടും പറയാണ്. ഈ സമയം കഥകൾ കേട്ട ലംബോദരൻ പറയണേ, എന്തോ എനിക്ക് ഈ ഒരു പറച്ചിൽ എന്തൊക്കെയോ ഒരു തെറ്റുകൾ തോന്നുന്നു. ഇവിടെ ആരോ ഒറ്റിക്കൊടുത്തിട്ടാണ്, അല്ലാതെ ഈ തമ്പായങ്ങുന്ന് എന്ന് പറയുന്ന സംഭവത്തിന് ഇത്ര വലിയ ജ്ഞാനദൃഷ്ടിയൊന്നും ഇല്ല. അതൊക്കെ അവരുടെ ഉടായ്പാണെന്ന് പറയുമ്പോൾ അത് ശരി തന്നെയാണ്, അത് സംശയിച്ച സത്യം തന്നെ, നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞ് ചിരി പുറത്തോട്ട് വരികയാണിട്ട്. അപ്പോൾ ഉടൻ തന്നെ വിനയനെ അങ്ങ് ഞെട്ടിപ്പോണ്. വിനയേട്ടനാണ് അത് ചെയ്തത്. എന്തിനാ മോനെ നീ ആ മാഷിനെ ഇങ്ങനെ ചെയ്യുന്നത്? ആ രഘു അമ്പിളിയും കാരണല്ലേ നിങ്ങൾക്ക് ഇന്നൊരു ജീവിതം ഉണ്ടായത്. അവരുടെ മനസ്സ് ഈ ചിരി പോലും നിന്നെ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് രഘു അമ്പിളിയല്ലേ നിന്നിലോട്ട് ഇവളെ അടുപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു, അത് ഞാൻ മാത്രമല്ലല്ലോ ഇവളുടെ അനിയത്തിയും കൂടി പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വഴക്കാവാണ് കേട്ടോ. ഒരു കണക്കിന് നന്നായി, 5 മക്കൾക്കും തുല്യമായി പങ്കിട്ട് കൊടുത്തല്ലോ, അതാണ് ഏറ്റവും നല്ലത്. മാഷിന് ഒരു മനസമാധാനത്തോടു കൂടി ഇനി ഇരിക്കാലോ എന്നും ലംബോദരൻ പറയണം കേട്ടോ. പിന്നീട് അച്ഛനെയും കൊണ്ട് ദയ വീട്ടിലെത്താണ്. ഈ സമയം രാമനാഥനോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. രാമനാഥനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയാണ്, എൻ്റെ മക്കൾക്ക് എല്ലാം സ്വത്തുക്കളും എനിക്ക് പങ്കിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് പഴയതുപോലെ എൻ്റെ കുടുംബം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ എല്ലാം മടുത്തു. എൻ്റെ കടമകളെല്ലാം തീർത്ത് എനിക്ക് ഇനി ഒരു സന്യാസനത്തിന് പോകണമെന്നാണ് ആഗ്രഹം. അത് കേൾക്കുന്ന രാമനാഥൻ പറയണേ, എന്താ മാഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഭാര്യ പോലെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മാഷിന്റെ പോലെ തന്നെ എന്ന് കരുതി ഇതൊക്കെയാണ് ഒളിച്ചോട്ട് ഒന്നിനും ഒരു ഇതല്ലല്ലോ. മാഷ് മക്കളിൽ കൂടെ തന്നെ നിൽക്കണം, മക്കളൊക്കെ മാഷിനെ അറിയുന്ന ഒരു കാലം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും മാഷ് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം ദയാണെങ്കിലോ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണമാണ്, എൻ്റെ അമ്മയുടെ അവകാശ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ധനജൻ പറയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മാറ്റി കുറഞ്ഞ സ്വർണമാണ്, ഇത് അത്ര നല്ല സ്വർണ്ണമൊന്നല്ല, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതിൽ നിന്ന് ഒന്നും കിട്ടില്ല, ഇത് 916 അല്ല എന്നുള്ള സത്യം അങ്ങ് പറയുമ്പോൾ ദയുടെ ഉള്ളിൽ പേടി വരികയാണ്. ഇനിയാണ് കിടക്കുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഹർഷയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രനെ കണ്ട ഉടനെ ഹർഷ പറയാണ്, എന്താ ഇന്ദ്ര, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും എന്നെ സമാധാനിപ്പിക്കാനൊന്ന് നിനക്ക് വന്നൂടെ? ഞാൻ എന്തിനു വരണം? നിന്നെ സമാധാനിപ്പിക്കാനല്ലേ നിന്റെ ഭർത്താവായ രവി ഉള്ളത്. അത് ശരി തന്നെ, അങ്ങേരെ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്നോട് അങ്ങേരെ കാണിക്കുന്ന സ്നേഹവും കാണുമ്പോൾ ഞാൻ അങ്ങേരോട് ഒരു തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ കിടന്ന് നേറുകയാണ്. ഈ കുഞ്ഞ് അങ്ങേരുടേതല്ലല്ലോ, ഇന്ദ്രന്റെ അല്ലേ കുഞ്ഞ്, അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ രവിയോട് തുറന്നു പറഞ്ഞെങ്കിലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. എനിക്ക് മരണം ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, എന്ത് വിഡിത്തരമാണ് ഹർഷ നീ പറയുന്നത്? ആര് പറഞ്ഞു ഇത് നിന്റെയും എന്റെയും കുഞ്ഞാണെന്ന്? ഇത് നിന്റെ കുഞ്ഞും രവിയുടെ കുഞ്ഞുമാണ്, ഇത് ആരോടും പറയരുത്. അത് കേൾക്കുന്ന ഹർഷ, അല്ല ഇന്ദ്ര, ഒരിക്കലും അങ്ങനെയല്ല, നിന്റെയും എന്റെയും കുഞ്ഞാണിത്, അതെനിക്ക് നന്നായി അറിയാന്ന് പറയുമ്പോ ഇതാണ് നിന്റെ കുഴപ്പം, ഇങ്ങനെ പറയരുത്. നീ രവിയുടെ കുഞ്ഞാണെന്ന് കരുതി നിനക്കൊരു കുഞ്ഞില്ലാത്ത രവിക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് നീ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചേക്ക്, ഇത് എന്റെ കുഞ്ഞല്ല എന്നാണ് എന്റെ സംശയം എന്ന് പറയുമ്പോ അത് പറ്റത്തില്ല എന്ന് ഹർഷ പറയുന്നു കേട്ടോ. അപ്പോൾ തെറ്റുകളെല്ലാം ഇനി ഏറ്റു പറയാൻ ഞാൻ രവിയുടെ മുന്നിലോട്ട് പോവുകയാണ്. ഇനി എനിക്ക് മടുത്തോ, തെറ്റുകൾ ഏറ്റു പറയണം. അങ്ങേര് എന്നോട് കാണിക്കുന്ന സ്നേഹം ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്ത വലിയ തെറ്റാണ്, എനിക്കെന്തോ സംഭവിക്കോ അത് ഉറപ്പുള്ള കാര്യമാണ്, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇതേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഹർഷക്ക് മരണം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ രവിയോട് താൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന കുറ്റബോധം ഉള്ളിൽ വരാണ്. പക്ഷെ കളികൾ വേറെ ലെവലിലാണ് കേട്ടോ വരുന്നത്.